പുറത്തെ കാഴ്ചകളല്ല അയ്വാ ഈ ഇന്റീരിയറിലേക്ക് അങ്ങ് നോക്കിയോ. രക്ഷയില്ല. ഈ സീറ്റൊക്കെ നോക്കിയാ നിങ്ങള് റൂഫ് നോക്കി നോക്കൂ. ബ്ലാക്ക് അല്ലേ? അയ്വാ ഫുൾ ബ്ലാക്ക്. എന്റെ അതായത് എനിക്ക് നല്ലൊരു പൈസ മുടക്കി ഉണ്ടാവും അല്ലേ? ഓട്ടോമാറ്റിക് ആയതുകൊണ്ടാണ്. ഓട്ടോമാറ്റിക് ആയതുകൊണ്ടാണ് 2,40,000 പിന്നെ വേറെ കേസുണ്ട്, സ്ത്രീകൾക്ക് അടിപൊളി സാധനം സുഖമായിട്ട് ഉപയോഗിക്കാം. ഇത് ഓട്ടോമാറ്റിക്കല് 2017-18 50,000 കിലോമീറ്റർ ഓട്ടം. പിന്നെ 15 വണ്ടിയാന്ന് പറഞ്ഞു. ഗോ പ്ലസ് ആണ്. വിലയും കൂടി കേക്കട്ടെ. 1,95,000 എന്താ സർവീസ് 20-22 മൈലേജ് ഷുവർ. 25 കിട്ടൂലേ ഷുവർ നമുക്ക് 2,50,000 കൊടുക്കും. 2.5 ലക്ഷം രൂപ. ഫൈനൽ. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒറിജിനൽ കേരള 2012 വണ്ടിയാണ് നിങ്ങൾക്ക്. അതും ഇത്രയും പണി എടുത്തൊരു വണ്ടി അല്ലേ? അതെ. ശരിക്കും ഞാൻ ഈ റോഡ് മാസ്റ്ററിൽ വീഡിയോ ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽ, അതായത് ഞാൻ ഇതിലേക്ക് വന്നിട്ട് ആ ഫസ്റ്റ് മാസം തന്നെ നമ്മൾ വന്നിട്ട് വീഡിയോ എടുത്ത ഒരു സ്ഥലമായിരുന്നു നമ്മുടെ ബ്രോസ് യൂസ് കാർസിൽ. അതായത് തൃശ്ശൂർ ജില്ലയിൽ ഗുരുവായൂര് മമ്മിയൂരാണ് എക്സാക്ട് ലൊക്കേഷൻ വരുന്നത്. മമ്മിയൂർ ഇവിടെ ഒരു LF കോളേജ് എന്ന് പറഞ്ഞൊരു കോളേജ് ഉണ്ട്. അതിനോട് ചേർന്നൊരു ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു പമ്പും ഉണ്ട്. LF കോളേജ് ഒരു വുമൻസ് കോളേജാണ് കേട്ടോ. രാവിലെ ഒന്നും ഇതിലെ വരാതിരിക്കാൻ നല്ല തിരക്കായിരിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും അതിനോട് ചേർന്നാണ് ഇവരുടെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. മെയിനായിട്ട് പറഞ്ഞൊരു കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഒരു സ്ഥലത്തും അങ്ങനെ അത് പറയാൻ പറ്റാഞ്ഞിട്ടല്ല, പക്ഷെ നമ്മളെപ്പോഴും എല്ലാവരോടും ചെക്ക് ചെയ്തിട്ട് എടുക്കണം എന്ന് പറയും. ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുക്കാവുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ക്വാളിറ്റിയുടെ കാര്യത്തിൽ 100% ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് എന്തായാലും നിങ്ങൾക്ക് വണ്ടി കിട്ടുക കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയും കുറേ നാളായിട്ട് നമ്മൾ ഹുസൈൻക്കായിരിക്കും നമ്മൾ എപ്പോഴും വീഡിയോയിൽ ഉണ്ടാവുക. പിന്നെ ഹുസൈൻക്ക് ഇവിടെ സ്ഥലത്തില്ല, അതുകൊണ്ട് നജീബ് ഖാനെ കാണിച്ചിട്ട്, നജീബ് ഖാൻ നമ്മൾ ഇതുവരെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ കുറച്ചധികം കിടിലൻ വണ്ടികളുണ്ട്. അവിടെ ഒരു ഇൻഡിക്കൊക്കെ പണിഞ്ഞു കൂട്ടി വെച്ചിട്ടുണ്ട്, അതൊക്കെ കാണിച്ചു തരാം. മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, കാരണം നല്ല വണ്ടികൾ അന്വേഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ ഇവിടുത്തെ ഏത് വീഡിയോ ഇട്ടാലും എപ്പോൾ ഇട്ടാലും ഒരു 4-5 വണ്ടി മിനിമം സെയിലാവാറുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെയാണ് അത് സെയിലാവുന്നതും. അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല, കംപ്ലീറ്റ് ഡീറ്റെയിൽ ഒന്ന് കാണിച്ചു തരാം. ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും നമ്മുടെ ബ്രോസ് യൂസ് കാർസിൽ നമ്മുടെ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാളാണ് അല്ലേ നജീബ് ഖാൻ? റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ എടുക്കുന്നത് അല്ലേ? അതെ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇവിടുത്തെ ആളാണ്. അതെ അതെ. നമ്മളെപ്പോൾ വീഡിയോ എടുക്കാൻ വരുമ്പോൾ നിങ്ങൾ ഇവിടെ ഉണ്ടാവും, പക്ഷേ ഇതുവരെ കാണിക്കാൻ പറ്റില്ല. അതെ അതെ. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ പേര് നജീബ് എന്നാണ് അല്ലേ? എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങിയാലോ? നമുക്ക് നല്ല അടിപൊളി കുറേ വണ്ടി കാണിക്കാനല്ലേ? കാണിക്കാം. മാക്സിമം വില കുറച്ചിട്ട് അല്ലേ? മാക്സിമം വില കുറച്ച്. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് ഫൈനൽ പ്രൈസ് ആണ് എല്ലാം പറയുന്നത്. അതെ അതെ. ഫൈനലിൽ പറയുന്നത്. എന്നാലും നിങ്ങളൊരു 10 ലിറ്റർ എണ്ണയിലായിരിക്കും സന്തോഷത്തിന്റെ പേരിൽ. ഓക്കെ. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞില്ല, കുറേ വണ്ടികളുണ്ട്. അതായത് എല്ലാ സെഗ്മെന്റിലുള്ള വണ്ടികളും ഇവിടെ ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ ആദ്യത്തെ വണ്ടി തന്നെ ഞെട്ടിക്കുന്ന വിലയിലൊരു എത്തിയോസ് ലിവ. അതും ഡീസൽ ഒറിജിനൽ കേരള ലിവയാണ്. ഇത് ഏതൊക്കെ മോഡല്? 2012 മോഡല് ഡീസൽ. ഇത് 12 ആണല്ലേ? 12 ആണ്. നല്ലൊരു പൈസ മുടക്കി പണിതിട്ടുണ്ട് അല്ലേ? പരമാവധി നമുക്ക് റേറ്റ്. അല്ല, ഇത് 12 മോഡൽ എന്ന് പറയുമ്പോൾ ഇതിപ്പോ കണ്ട ഒരു 17-18 മോഡലാന്നല്ലേ പറയുള്ളൂ. വണ്ടി വൃത്തിയുണ്ട്, അത്യാവശ്യം നല്ല പൈസ മുടക്കിയിട്ടുണ്ട്. പൈസ മുടക്കിയിട്ടുണ്ട്. അലവില് കാര്യങ്ങളെല്ലാം. പിന്നെ ഡ്യുവൽ ടോൺ ആക്കിയിട്ടുണ്ട്. ഡ്യുവൽ ടോൺ ആക്കിയിട്ടുണ്ട്. ഇത് ഡീസലിൽ എത്ര ഓടിയിട്ടുള്ള? ഡീസലില് ഇതിൽ ഓട്ടം 1,60,000 കിലോമീറ്റർ ഓടി. ഒരു പ്രശ്നമേ ഉള്ള കേസല്ല. നല്ല മൈലേജ് ഉള്ള കാരണം ഓടും. അതായത് കിലോമീറ്ററിന് എന്താ പറയാ വലിയൊരു പ്രശ്നമായി കാണേണ്ട കാര്യമില്ല, കാരണം വണ്ടിക്ക് അങ്ങനെ കംപ്ലൈന്റ് ഇല്ല. കംപ്ലൈന്റ് ഇല്ല. ഇനി ഇതിന്റെ വില കേട്ടാൽ എല്ലാവരും ഞെട്ടണം കേട്ടോ. അതെ, ടയോട്ട വണ്ടി ആയ സ്ഥിതിക്ക് ഇതില് ഒരു പോയിന്റ് ഒന്നുണ്ട്, 6ാമത്തെ ഓണറാണ്. ഓണർഷിപ്പ് കൂടി. ഞാൻ കാണിച്ചു വിടേ, ഇപ്പൊ ഈ ഓണർഷിപ്പ് കൂടിയത് കൊണ്ട് വണ്ടിക്ക് അങ്ങനെ സെപ്പറേറ്റ് എന്തെങ്കിലും പ്രശ്നം? വേറെ ഒരു പ്രശ്നമില്ല. അതിന്റെ ആ ഒരു വീക്കാണ് ഞാൻ പറഞ്ഞത്. അതെ അതെ അതെ. 6ാമത്തെ ഓണർ ആയിട്ടുണ്ട്. പക്ഷെ 1,60,000 പോലും വണ്ടി ക്വാളിറ്റി ഇല്ലേ? വണ്ടി ക്വാളിറ്റി 100% ഒന്നും നോക്കണ്ട, 100% ക്വാളിറ്റി. ഓക്കെ. അപ്പൊ ഇതിപ്പോ നിങ്ങളാ വില പറയാം, അതാണ് ഇപ്പൊ കേൾക്കേണ്ടത്. വില നമുക്ക് ലാസ്റ്റ് 2,50,000 കൊടുക്കും. 2.5 ലക്ഷം രൂപ. ഫൈനൽ. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒറിജിനൽ കേരള 2012 വണ്ടിയാണ് നിങ്ങൾക്ക്. അതും ഇത്രയും പണി എടുത്തൊരു വണ്ടി അല്ലേ? അതെ. 2.5 ലക്ഷം രൂപ. ഒന്നും നോക്കണ്ട, വണ്ടി ക്ലീൻ. മെക്കാനിസം ഭാഗം കറക്റ്റ് ആണ്. ഒന്നും നോക്കണ്ട. അടിപൊളി. ഇതിൽ ലോൺ കയറ്റാൻ പറ്റും നമുക്ക്? ലോണ് 12-ന് കയറും. ഒരു 2 കൊല്ലാണ് കയറും. 2 കൊല്ലം കയറും. അത് ഈ പറഞ്ഞ പോലെ തന്നെ സേട്ടു ഫിനാൻസ് ഒക്കെ. സേട്ടു അല്ല, നമ്മുടെ ചോളമണ്ഡലം ഫിനാൻസ്, അങ്ങനെ മഹേന്ദ്ര ആ ഏരിയ കയറും. അതെ അതെ അതെ. അത് ഈ പിന്നെ അതായത് ഈ ഓണർഷിപ്പ് കൂടുതലാണെങ്കിലും പ്രശ്നമില്ല. ഓണർഷിപ്പ് കുഴപ്പമില്ല. ഈ ഓണർഷിപ്പ് കൊണ്ട് എന്താ പ്രശ്നമുള്ളത്? ഓണർഷിപ്പ് ചില ഇൻട്രസ്റ്റ് റേറ്റിന് ചെറിയ വ്യത്യാസം ഉണ്ടാവും അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മുതൽ സാധനമാണ്. 2012 വണ്ടി, ഇത്രയും വൃത്തിയുള്ള വണ്ടി 2.5 ലക്ഷം രൂപ അല്ലേ? അതും ഡീസൽ നല്ല മൈലേജ് ഉള്ള. അടുത്ത എക്കോസ്പോർട്ട് ആണ്. എക്കോസ്പോർട്ട് ഏതാ മോഡല്? എക്കോസ്പോർട്ട് 2016 മോഡൽ. 16 ആണ്. പെട്രോൾ ആണ്. വൃത്തി കണ്ടപ്പോഴേ തോന്നി. ഓട്ടം കുറവാണ്, അത് കണ്ടാൽ തന്നെ അറിയാം. ഇത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് 53,000 കിലോമീറ്റർ. പിന്നെ ഇന്ത്യയിലൊക്കെ ഒന്ന് കാണിച്ചു കേട്ടോ. അതായത് നല്ല നീറ്റൻ 43,000 കിലോമീറ്റർ. 43 ആണല്ലേ? നല്ല ക്ലീൻ ആട്ടോ. ഇതൊക്കെ നോക്കി. എനിക്ക് തോന്നുന്നു ഇത് പിന്നെ ടൈറ്റാനിയ അല്ലേ?
ടൈറ്റാനിയം ഫുൾ ഓപ്ഷൻ. ആ ഫുൾ ഓപ്ഷൻ വണ്ടി. അതെ അതെ അതെ, ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ വരും. പിന്നെ ഇത് ഒരു 10-11-12 പ്രതീക്ഷ പോരാ മൈലേജ്? 14 വരെ പ്രതീക്ഷിക്കാം. അത് ഹൈവേയിൽ ട്രാഫിക് ഒരു 16 വരെ ഹൈവേയിൽ കിട്ടാൻ സാധ്യത ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബോഡി വെയിറ്റ് എന്ന് പറഞ്ഞാൽ അന്യായമാണ്. കാരണം അപ്പോൾ ആ ഒരു ബോഡി വെയിറ്റും 1.5 ലിറ്റർ വണ്ടി വലിക്കണ്ടേ? അതെ അതെ. പെട്രോൾ 1.5 അല്ലേ വരിക? 1.5 അല്ലേ? അപ്പം നോക്കിക്കോളൂ. പക്ഷെ കിടിലൻ സാധനമാണ്. നമുക്ക് വേറെ മെക്കാനിസം ഭാഗമോ മറ്റുള്ള കാര്യങ്ങളോ വണ്ടി അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. ഹൈ പവർ വണ്ടി. അതെ അതെ അതെ. കാരണം പെട്രോൾ വണ്ടിക്ക് അങ്ങനെ യാതൊരു ഒരു കംപ്ലൈന്റും ഇല്ല. അത് ലോ കിലോമീറ്റർ. 43,000 കിലോമീറ്റർ. വില നമുക്ക് 5,40 കൊടുക്കാം. 5,30 കൊടുക്കാം. 16 വണ്ടി അല്ലേ? 16 മോഡൽ 5,30,000 രൂപ. 5,30 കൊടുക്കാം. അടിപൊളി. അതായത് ഇത് മുതലാട്ടോ, നോക്കിക്കോ. പിന്നെ വണ്ടി തട്ടോ ആക്സിഡന്റോ മുട്ടോ ഒന്നുമില്ല. ഒരു ഭാഗം റീപ്ലേസ് ഇല്ല. നല്ല വൃത്തിയുള്ള വണ്ടി. അടിപൊളി കേട്ടോ. അതായത് നിങ്ങൾക്ക് വീട്ടിൽ വലിയൊരു ഓട്ടോ ഇല്ല, നല്ലൊരു ക്ലാസ് വണ്ടി വേണമെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാം അല്ലേ? XUV ടൈപ്പ്. അടുത്തതും ഈ പറഞ്ഞ പോലെ തന്നെ സെഗ്മെന്റിൽ പെടുന്ന ഒരു വണ്ടിയാണ്. ഡീസലോ പെട്രോളോ? ഇത് ഡീസൽ 2022 മോഡൽ. അതായത് 22 മോഡൽ കിയ സെൽറ്റോസ് ആണ്. ഇത് ഡീസൽ ആകുമ്പോൾ ഗുണം എന്ന് പറഞ്ഞാൽ മൈലേജിന്റെ കളിയാണ് അല്ലേ? മൈലേജ് 22. ഒരു രക്ഷയില്ല. അതെ അതെ. അതിപ്പോ നമ്മളിപ്പോ ഈ എക്കോസ്പോർട്ടിന്റെ ഒരു കാറ്റഗറിയിൽ വരുന്ന വണ്ടിയാണ്. എക്കോസ്പോർട്ടിന്റെ ക്ഷീണത്തിൽ ഇത് 22 പറഞ്ഞു. എന്തെങ്കിലും അപാകത ഉണ്ടോ? 20 അപാകതയില്ല. 44,000 കിലോമീറ്റർ ഓട്ടം, സിംഗിൾ ഓണർ, അതും ഡീസൽ. ഇത് ബേസ് അല്ലേ? ബേസ് ആണ്. കറക്റ്റ് പറഞ്ഞാൽ 45,038 കിലോമീറ്റർ അല്ലേ? അതെ അതെ അതെ. ബേസ് മോഡലാണ്. എന്നിരുന്നാൽ പോലും ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് അല്ലേ? എല്ലാം ഒരുവിധം കുഴപ്പമില്ലാത്ത ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. വേറെ ഒരു അപാകതയില്ല, ഒന്നുമില്ല. അപാകതയോ കാര്യങ്ങളോ ഒന്നുമില്ല. അലോയിലും സംഭവങ്ങളൊക്കെ സെപ്പറേറ്റ് നിങ്ങൾ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ ഇതിപ്പോ നമ്മൾ ലാസ്റ്റ് റേറ്റിന് നമ്മൾ കൊടുക്കാം 9,40 കൊടുക്കാം. 9,40. 22 മോഡലായിട്ടാ വണ്ടി. അത് ലോ കിലോമീറ്റർ. 2022 സിംഗിൾ ഓണർ, 44,000 കിലോമീറ്റർ ഓട്ടം, ഒരു അപാകതയില്ല. ഡീസൽ, 22 മൈലേജ്. ഇതിനകത്ത് വേറെ ഒരു ഹൈലൈറ്റ് കൂടി പറഞ്ഞുതരാം. അതായത് 4-ാം തീയതി 11-ാം മാസം നവംബർ 2022 ഇറങ്ങിയ വണ്ടി. 22 ഒരു മാസം കൂടി കഴിഞ്ഞാൽ 23 ആയിട്ടാ. അതെ 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 അതെ. 9,40,000 കൊടുക്കാം. ഒരു 10 ലോൺ കയറുമോ? എന്താ വിഷയം? 9 ഷുവർ ആയിട്ട് ഒരു സംശയമില്ല. 10 നമുക്ക് പറയാം. പ്രൊഫൈൽ പക്കയാണെങ്കിൽ കൊടുക്കാം. ഇതെന്തായാലും നിങ്ങൾ നോക്കിക്കോട്ടെ. നല്ലൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മിസ് ചെയ്യണ്ട. അതും ഡീസൽ അല്ലേ? അതും ഡീസൽ. ഓക്കെ. ഞാൻ അടുത്തത് പെട്രോൾ ആണ് അല്ലേ? അടുത്തത് MG. അതായത് നമ്മുടെ സെൽറ്റോസ് അല്ല, സെൽറ്റോസ് അല്ല, സോറി, ഹെക്ടർ. MG ഹെക്ടർ. ഇത് മോഡൽ ഏതാ? 2020 മോഡൽ. 20 ആണ്. ഇതെന്തെങ്കിലും ഒരു പകുതിയിൽ 23,000 കിലോമീറ്റർ ഓട്ടം. ആകെ 23 ഓടിയുള്ളൂ. ആകെ 23 ഓടിയിട്ടുള്ളൂ. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 10-12 ഒക്കെ മൈലേജ് പ്രതീക്ഷിച്ചാൽ 12 പ്രതീക്ഷിക്കാം. അതെ. പിന്നെ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വണ്ടി, സൺറൂഫ് ഒക്കെ ഉള്ള വണ്ടി, ഷാർപ്പ്. നല്ല ഫീച്ചേഴ്സ് വരുന്ന, നല്ല ഫീച്ചേഴ്സ് ഉള്ള വണ്ടിയാണ്. അടിപൊളി വണ്ടി കേട്ടോ. 20 മോഡലുണ്ടെന്ന് ആലോചിക്കണം. അതും ഇത്രയും വലിയൊരു വണ്ടി ഇറങ്ങിയ സമയത്ത് എനിക്ക് തോന്നുന്നു ഇതിന് ഏകദേശം ഒരു 28 രൂപ വില വന്നിട്ടില്ല. 28 രൂപ എന്തായാലും വന്നിട്ടുണ്ടാവും ഇറങ്ങിയ ടൈമില്. ഇപ്പൊ അതിന് മേലെയാണ്. ഇപ്പൊ 32 രൂപ അടുത്ത് വരുന്നുണ്ട്. അന്നത്തെ 20 എന്ന് പറഞ്ഞാൽ വലിയ മാറ്റമൊന്നുമില്ലല്ലോ. ഓൾമോസ്റ്റ് ഒരു 26-28 ഉണ്ട്. നമ്മൾ കൊടുക്കണം വില കൂടി പറയും. ഇത് നമ്മൾ ലാസ്റ്റ് 12,90 കൊടുക്കാം. 12,90. ഇത് പുതിയതായിട്ട് അന്ന് എടുത്ത ആളുടെ നെഞ്ചിന്റെ വേന എന്താ? ഇനി എടുത്തവർക്ക് ഒരു കുഴപ്പമില്ല. ഇനി അയാൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. അതെ അതെ അതെ. ആദ്യത്തെ ഫസ്റ്റ് ഓണർക്ക് നഷ്ടപ്പെട്ടു, നല്ലോണം പോയി, നഷ്ടപ്പെട്ടു. ഇനിയിപ്പോ എടുക്കണവനക്ക് ഒരു 5 കൊല്ലം ഉപയോഗിച്ചാൽ ഏകദേശം ആ റേഞ്ച് കിട്ടും. പിന്നെന്താ, എങ്ങനെ വിറ്റാലും കിട്ടും. ഓക്കെ. അതെന്തായാലും നിങ്ങൾ നോക്കി. അപ്പൊ ഈ യൂസ്ഡ് വണ്ടി എടുക്കുന്നതിന്റെ ഏറ്റവും വലിയൊരു ഗുണം അതാണ് കേട്ടോ. അപ്പൊ യൂസ്ഡ് സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോൾ എത്രയും മാറ്റം വരും അല്ലേ? പിന്നെ ചെക്ക് ചെയ്തെടുത്തോളാം ക്വാളിറ്റി അല്ലേ? ഒരു രക്ഷയില്ല. വണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ മൈലേജ് നോക്കൂല. എണ്ണ അടിക്കാൻ കാശുണ്ടെങ്കിൽ കണ്ണും പൂട്ടി എടുക്കാം. അത്രേ ഉള്ളൂ കേട്ടോ. ഒരു കംപ്ലൈന്റും വരില്ല. കോൺടാക്ട് ചെയ്താൽ ഫുൾ ലോൺ കിട്ടും അല്ലേ? ഫുൾ ലോൺ കിട്ടും. ഈ സ്വിഫ്റ്റ് ആണെങ്കിലേക്കാ? സ്വിഫ്റ്റ് ഇത് 2015-16 അല്ലേ? അത്യാവശ്യം നല്ല വൃത്തി ഉണ്ടല്ലോ. ഇത് സിംഗിൾ ഓണർ ആണ്. വണ്ടി വൃത്തിയുള്ള വണ്ടിയാണ്. കേരള ഗുരുവായൂർ രജിസ്ട്രേഷൻ ആണ്. എന്തെങ്കിലും അപാകത പറയാൻ? ഒന്നുമില്ല. 70 ചില്ലറ കിലോമീറ്റർ ഓട്ടം ഓടിയിട്ടുള്ളൂ. പിന്നെ ബോഡിയൊക്കെ അത്യാവശ്യം നല്ല നീറ്റാണ് കേട്ടോ. കാര്യങ്ങളൊന്നുമില്ല. ഇന്ത്യയിലൊക്കെ നല്ല വൃത്തിയുണ്ട് അല്ലേ? നല്ല വൃത്തിയുണ്ട്. സീറ്റ് കവർ, സെറ്റ് കാര്യങ്ങള് പുതിയ ചെയ്തല്ലേ? സിംഗിൾ ഓണർ ആണ്. ടയർ നാലെണ്ണമുണ്ട്. സ്കേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയർ അത്യാവശ്യം ഉണ്ട്. ഡീസൽ ആയതുകൊണ്ട് തന്നെ അപാകതൊന്നുമില്ല. കിലോമീറ്റർ എത്ര പറയുന്നല്ലോ? കിലോമീറ്റർ 74 ഓടി. ഡീസൽ മോഡൽ 2015-16 റേഷ്. അത്ര ഓടിയിട്ടുള്ളൂ.
അത് അടിപൊളിയാണല്ലോ. ജെനുവിൻ എന്ന് പറയാൻ പറ്റും. ജെനുവിൻ. ഓക്കെ, അതാ ജെനുവിൻ കിലോമീറ്ററുള്ള വണ്ടിയാണ് ഇത്. നിങ്ങൾ നോക്കിക്കോ, മിസ് ചെയ്യരുത്. കാരണം നല്ല വണ്ടി കിട്ടാൻ പാടാണല്ലേ. പാടാണ്. എന്താ വില? 4,70,000 കൊടുക്കും. 4,70,000 കൊടുക്കുക അല്ലേ? 4,70,000. അടിപൊളി. 15 16 റേസ്, ഫാൻസി നമ്പർ 6. എന്തുണ്ടായിട്ട് എന്താ കാര്യം, ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. 4,80,000 രൂപ അല്ലേ? 70,000. പിന്നെ ഈ പറയുന്ന പ്രൈസുകളൊന്നും കുറയുമെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് ആണ്. അതെ, എങ്കിലും നമ്മുടെ ആൾക്കാർക്ക് നിങ്ങൾ എന്തായാലും ഡയറക്റ്റ് വരും, നമുക്ക് നേരിട്ടിരിക്കാം. അതെ, അതായത് വീഡിയോ കണ്ടിട്ടാണ് വരുന്നത് പറയുന്നവർക്ക് മാത്രം കൊടുത്താൽ. അതെ. അടുത്തത് നിങ്ങൾക്ക് ഒരു കിടിലൻ സാധനം കാണിച്ചു തരാം. അതായത് ക്രെറ്റയാണ്, ഏറ്റവും പുതിയ മോഡലാണ്. ഇത് ഡീസൽ അല്ലേ? ഡീസൽ 2022 മോഡൽ. 22 ആണ്. 22 ഡീസൽ അല്ലേ? 22 ഡീസൽ. അടിപൊളി. ഇത് ഓടിയതോ? 39,000 കിലോമീറ്റർ. പക്കയാണല്ലോ അല്ലേ? പക്ക 39. അടിപൊളി കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്, നല്ല വൃത്തിയുണ്ട് കാണാൻ. ആ ഒരു കിലോമീറ്റർ കുറഞ്ഞ് ഓടുന്നതിൻ്റെ ഒരു ഗുണമാണല്ലേ അത്? വണ്ടി കിലോമീറ്റർ പക്ക 39,000 കിലോമീറ്റർ. ഇത് വേരിയന്റ് ഏതാ? സിംഗിൾ ഓണർ. ഇത് എസ് ഓപ്ഷൻ ആണ്. അതായത് പിന്നെ അലോവീൽസ് ഒന്നും വരില്ല, പക്ഷെ അലോവീലൊക്കെ സെപ്പറേറ്റ് ചെയ്തു. ഇന്നോവന്റ് ആണ് ചെയ്തിട്ടുള്ളത്. അലോവീൽ കയറ്റി സീറ്റ് കവർ ചെയ്തു. ആൻഡ്രോയിഡും ചെയ്തിട്ടുണ്ട് അല്ലേ? ആൻഡ്രോയിഡും ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ഒരുവിധ എല്ലാ ഫീച്ചറും ഉണ്ട് അല്ലേ? അതെ, എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഇത് പിന്നെ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാൻസി നമ്പറാണ് 1 2 3 4. അതൊക്കെ അപ്പോൾ ഇത് നമുക്ക് ലാസ്റ്റ് 12,40 കൊടുക്കാം. 12,40 കൊടുക്കാം. 20 മോഡൽ വണ്ടി, 22 മോഡൽ, സോറി 22 വണ്ടി. 22 വണ്ടി. ഓ, 12,40 കൊടുക്കാം. 39 ഓട്ടം, ഫാൻസി നമ്പർ. എനിക്ക് തോന്നുന്നു ഒരു 10-17 ലക്ഷം രൂപ എന്തായാലും വില ഉണ്ടാവില്ലേ ഇറങ്ങിയ സമയത്ത്? ബേസ് ആണെങ്കിലും ഇറങ്ങിയ സമയത്ത് അതൊരു 15 രൂപ. ഇപ്പൊ ഡീസൽ വണ്ടിക്ക് അന്ന് 16-17 വില ഉണ്ട്. പെട്രോൾ വണ്ടിക്ക് 15 രൂപ ഉണ്ട്. അത് ഈ വേരിയന്റിൽ ചെറിയൊരു വ്യത്യാസം വന്നപ്പോ ആ റേഞ്ചിന് വ്യത്യാസം. ഫുൾ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. 28 ലക്ഷം രൂപ വില, 25 രൂപ വില. അപ്പൊ എന്തായാലും ഇത് നോക്കിയോ നിങ്ങൾ, 12,40,000 രൂപയ്ക്ക് അല്ലേ? ഫുൾ ലോൺ കിട്ടും, കണ്ണും പൂട്ടി ലോൺ കിട്ടും. പ്രൊഫൈൽ ഓക്കെ വന്ന് എടുത്തിട്ട് പോവാ അല്ലേ? അതുപോലെ തന്നെ നല്ല അടിപൊളി ഇത് കൂടി കാണിച്ചു കൊടുത്താലോ? ഹോണ്ട അമേസ് 2021 മോഡൽ. അമേസ് ആണ് അല്ലേ? അമേസ് പെട്രോൾ ആണ്. പെട്രോൾ ആണ്. 21 ആണ്. എനിക്ക് തോന്നുന്നു 19 ലാസ്റ്റിൽ നിന്നല്ലോ ഡീസൽ. ഡീസൽ 19 നിർത്തിയോ? നിർത്തി. 21 വണ്ടി. ഇത് വേരിയന്റോ എസ് ആണെന്ന് തോന്നുന്നു അല്ലേ? എസ് ഓപ്ഷൻ. എസ് ആണ്. അതെ. അതായത് ബട്ടൺ സ്റ്റാർട്ട് ഒന്നും വരില്ല, അലോയിലും വരില്ല, ചാവിയിൽ തന്നെ വരുന്നത്. ബട്ടൺ സ്റ്റാർട്ട് ഇല്ല. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടി ഇതിൽ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ 22,000 കിലോമീറ്റർ ഓടിക്കുള്ളൂ. അത്രേ ഓടിക്കുള്ളൂ. അടിപൊളി. 2021 മോഡൽ, 22,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ. നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ? നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. അതെ. അപ്പൊ അതൊന്നുമില്ല, പ്രോപ്പർ സർവീസ് ഉണ്ടല്ലോ അല്ലേ? കറക്റ്റ് സർവീസ്, ക്ലീൻ വണ്ടി. ഇതിപ്പോ നമുക്ക് എന്താ വില? ഇത് നമുക്കൊരു 6,40,000 കൊടുക്കാം. അതായത് സ്വിഫ്റ്റിന്റെ വിലക്ക്. സ്വിഫ്റ്റിന്റെ വില 2021 ട്ടാ. സ്വിഫ്റ്റ് ആ വിലക്കും കിട്ടൂല. സ്വിഫ്റ്റ് ഏകദേശം ആ വില തന്നെ വരും. അല്ല, 21 വണ്ടി കിലോമീറ്റർ ഓടി വണ്ടി ഏകദേശം ആ വില വരും. സെയിം വലിക്ക് പൈസ കൊടുക്കാം. ഹോണ്ടക്ക് ഒരു വിലയില്ലാണ്ടായി അല്ലേ? പിന്നെ വേറെ അപാകത്തൊന്നുമില്ല. ക്ലീൻ വണ്ടി അല്ലേ? ക്ലീൻ വണ്ടി. ഇതൊക്കെ നിങ്ങൾ നോക്കിക്കോട്ടോ, വേണമെങ്കിലും ബിസ് ചെയ്യാണ്ട് വന്ന് എടുത്തോ, കിട്ടുമ്പോഴേ കിട്ടുള്ളൂ അല്ലേ? കറക്റ്റ്. ഈ വണ്ടിയൊക്കെ എടുക്കണമെങ്കിൽ മുതലാണ്. നജീബ്, നമുക്ക് നല്ല അടിപൊളി ഒരു സ്വിഫ്റ്റും കൂടി കാണിച്ചു കൊടുത്താലോ? കാണിക്കാലോ. അത്യാവശ്യം നല്ല, ഇപ്പോഴും ഇറങ്ങിയ കാലം മുതലേ നല്ല മാർക്കറ്റുള്ള ഒരു വണ്ടി. ഡീസലാണ്. ഡീസലാണ്. അതാണ് ഹൈലൈറ്റ് കേട്ടോ. ഡീസൽ വണ്ടിക്ക് അന്നും ഇന്നും ഒരേപോലെ അല്ലേ? അതെ. ശരിക്കും ഇപ്പൊ ഈ പുതിയ വണ്ടി ഇറങ്ങിയത് പെട്രോൾ ഈ 3 സിലിണ്ടർ ആയതുകൊണ്ട് ഒരു മടുപ്പുണ്ടല്ലോ ആൾക്കാർക്ക്. മൈലേജിന് നല്ല മൈലേജ് അല്ലേ? പിന്നെ ഇതിന്റെ ഇന്ത്യയിലൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നല്ല അടിപൊളി സീറ്റൊക്കെ ഉണ്ടല്ലേ? സീറ്റർ കാര്യങ്ങൾ സെപ്പറേറ്റ് ചെയ്തല്ലേ? സെപ്പറേറ്റ് ചെയ്താണ്. സീറ്റർ സെപ്പറേറ്റ് ചെയ്താണ്. അതേപോലെ മോഡൽ ഏതാ പറഞ്ഞേ? മോഡൽ 2018-19 റേസ്. 18-19 റേസ്. ഓടിയത് 68,000 കിലോമീറ്റർ. എന്തെങ്കിലും മാറിയിട്ടുണ്ടോ? ഒന്നും മാറിയിട്ടില്ല. ജെന്യൂൻ. കൊണ്ടുവന്ന ആൾക്ക് ഒരു പണിയും കിട്ടൂല. ഒരു പണിയില്ല. സർവീസ് 20-22 മൈലേജ് ഷുവർ. 25 കിട്ടൂലേ? ഷുവർ. നമ്മള് അത്ര ഓവറായിട്ട് പറയാണ്ട് ഒരു മിഡിലായിട്ട് പറഞ്ഞു മാത്രം. അതെ. എന്തായാലും നിങ്ങൾ നോക്കിയോ, പിന്നെ സ്വിഫ്റ്റിന്റെ കാര്യം നമ്മൾ ഓവറായിട്ട് പറയേണ്ട ഒരു കാര്യം. മൈലേജിൽ രക്ഷയില്ല, രാജാവാണ്. അതെ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 18-19 ഡീസൽ വണ്ടി. വീഡിയോയാണ്. എന്ത് വിലയുണ്ട്? ഇത് നമുക്ക് ഒരു 6,50,000 കൊടുക്കാം. 6 ലക്ഷം രൂപ. 18-19 ഒരു റീപ്ലേസ്മെന്റ്. സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർ. സെക്കൻഡ് ഓണർ അല്ലേ? ഓക്കെ, എന്നാലും മോശമൊന്നുമില്ല. നമുക്ക് മാക്സിമം ലോണും കയറും. മാക്സിമം ലോൺ പറയാം. എന്തായാലും 6 രൂപയോളം ലോൺ എന്തായാലും നെഗോഷ്യബിൾ ആണ്. നമ്മൾ ഈ പറയുന്ന നെഗോഷ്യബിൾ ആണ്. ലാസ്റ്റ് റേറ്റ് ആണ്. നമ്മള് വലിയൊരു
നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കുറച്ച് കൊടുത്തായി ഒരു സന്തോഷത്തിന് കേട്ടാ. ചെറിയൊരു റേറ്റിൽ നമുക്ക് കുറച്ച് കൊടുക്കാം. വലിയൊരു ഓവർ റേറ്റിൽ നമ്മള് എന്താ നമ്മള് കറക്റ്റ് റീസണബിൾ റേറ്റാ പറയണത്. ശരി ശരി മാക്സിമം സന്തോഷിപ്പിച്ചു വിടുക. അതുപോലെ തന്നെ ഒരു പഴയ സ്വിഫ്റ്റ് ഉണ്ടല്ലോ, ഇത് 2013. 13 ഓക്കെ. 13 വണ്ടി അത്യാവശ്യം നല്ല ഇത് VXI വണ്ടിയാണ്. 2013 സെക്കൻഡ് ഓണർ ആണ്. RS ആണ്, ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ്. അതെ അതെ അതെ. ഇത് ഓട്ടം 82,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 82 അതായത് 13 അല്ലേ, 2013. പിന്നെ മെയിൻ ആയിട്ട് പറയുന്നത് VXI ആണ്. ഒരുവിധം ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് അല്ലേ. VXI ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ്. അതെ. പെട്രോൾ ആയതുകൊണ്ട് തന്നെ വലിയൊരു കംപ്ലൈന്റും ഉണ്ടാവില്ല. ഒരു കംപ്ലൈന്റും ഇല്ല. എന്തെങ്കിലും വേറെ അപാകത പറയാനുണ്ടോ? ഒന്നുമില്ല, ഒരു അപാകതയോ കാര്യങ്ങളും ഇല്ല. സെക്കൻഡ് ഓണർ ആണ്. റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ. ഇത് നമുക്ക് എന്താ വില വരുന്നത്? ഇത് നമുക്ക് ലാസ്റ്റ് ഒരു 370 കൊടുക്കാം. 370. 13 വണ്ടി അല്ലേ? 13 വണ്ടി ലിമിറ്റഡ് എഡിഷൻ. ഓക്കെ. 82,000 കിലോമീറ്റർ. ലിമിറ്റഡ് എഡിഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു സ്കേറ്റിംഗും സ്റ്റിക്കറും അത്രേ ഉള്ളൂ. സാധാ വണ്ടി തന്നെ. ഓക്കെ. അപ്പോൾ നിങ്ങൾ സ്റ്റിക്കർ വർക്ക് ചെയ്തു എന്നുള്ളൊരു തന്നെ ഉള്ളൂ. നല്ല വൃത്തിയുണ്ട്. വണ്ടി ജെന്യൂൻ ആണ്. സർവീസ് കറക്റ്റ് ആണ്. ലാസ്റ്റ് സർവീസ് ഇപ്പൊ 80 ചെയ്തു. ഇനി 90 നെക്സ്റ്റ് സർവീസ്. കറക്റ്റ് ജെന്യൂൻ സർവീസ്. 370 കൊടുക്കും. ഓക്കെ. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് മാക്സിമം ലോണോട് കൂടിയിട്ട് RS എടുക്കാം. അതുപോലെ തന്നെ വാഗണർ ആണെങ്കിലോ? വാഗണർ 2021 ആണ്. 21 മാനുവൽ അല്ലേ? വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആട്ടോ, വലിയ ഒരു കുറ്റമൊന്നും പറയാനില്ല. ഇന്റീരിയർ ആണെങ്കിലും മോശമൊന്നുമില്ല കേട്ടോ. ഇത് VXI ഇത് VXI ആണല്ലേ? AC പവർ സ്റ്റിയറിംഗും 2 ഡോർ പവർ വിൻഡോ അല്ലേ ഉള്ളൂ ഇതിൽ? അതെ, അത്രേ വരുള്ളൂ. VXI 2 ഡോർ ഉള്ളൂ. VXIയില് ഇതില് അല്ല, VXIയിലാണ്. VXI 1000 cc ആണ് വരുന്നത്. 1200 cc വരുന്നുണ്ട്, 1000 cc വരുന്നുണ്ട്. 1 ലിറ്റർ ഉണ്ട്, 1 ലിറ്റർ വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ ഇതിന്റെ ഗുണം എന്ന് കുറച്ച് മൈലേജ് കിട്ടും അല്ലേ? മൈലേജ് ഉണ്ടാവും 1000 cc. അതായത് 3-ാം മാസമാണ് ഡെലിവറി വന്നിട്ടുള്ളത്. അതെ. 2020 കിലോമീറ്ററോ? ഇത് കിലോമീറ്റർ 53,000 കിലോമീറ്റർ ഓട്ടം. 53 ഒക്കെ പക്കയായിരിക്കും അല്ലേ? പക്കയാണ്. ഓക്കെ. വിലയോ? ഇത് 4,65,000 രൂപയ്ക്ക് തരാം. 21 വണ്ടി. അടിപൊളി കേട്ടോ. 4,65,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 1 ലിറ്റർ 21 വണ്ടി കൊണ്ടുപോകാം. ഈ പറഞ്ഞ ഓൾമോസ്റ്റ് ഫൈനൽ പ്രൈസ് ആണല്ലേ? അതെ. നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. എവിടെ പോലും ഞാൻ എല്ലാവരും പറയും മാക്സിമം ചെക്ക് ചെയ്തിട്ട് എടുത്തോളൂ. നമ്മളാരും പറയുന്ന ഒന്നും നോക്കണ്ട. അതെ. വണ്ടി ജെന്യൂൻ ആണ്, സർവീസ് കറക്റ്റ് ആണ്. അതെ. അത് നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. എന്തായാലും ക്വാളിറ്റി ഉള്ള വണ്ടികൾ കിട്ടുമ്പോൾ നോക്കിക്കോളൂ. അതുപോലെ തന്നെ സെലറി ആണെങ്കിലോ? സെലീരിയോ 2018-19. 18 മോഡൽ 19 വണ്ടി. 19 റേസ്. നല്ല പുതിയ വണ്ടിയാണ് കേട്ടോ. മാത്രമല്ല നല്ല ന്യൂ ഷേപ്പാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. തട്ടുമുട്ട ആക്സിഡന്റ് ഉണ്ടോ? ഒന്നുമില്ല, ആക്സിഡന്റോ കാര്യങ്ങളോ ഇല്ല. ഓടിയതോ? ഓട്ടം കുറച്ച് കൂടുതലുണ്ട്. 1,20,000 ഓട്ടം. 20 ഓടി അല്ലേ? ഇത് ZXI ആണ് കേട്ടോ. ZXI ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടി ZXI. ഇത് പിന്നെ പെട്രോൾ ആയതുകൊണ്ട് ഈ 1.20 എന്നൊക്കെ പറയുന്നതിൽ വലിയ കഥയുണ്ടോ? ഒന്നും നോക്കണ്ട. വണ്ടി കറക്റ്റ് സർവീസ് ആണ്. ഓട്ടം കറക്റ്റ് കമ്പനി സർവീസ്, ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. അതെ. പിന്നെ തട്ടുമുട്ടുണ്ടോ? ഒന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല. അത് ഗ്യാരണ്ടി 100% ഗ്യാരണ്ടി. ഓട്ടം ജെന്യൂൻ ആണ്, കറക്റ്റ് കമ്പനി സർവീസ് ആണ്. ഇത് നമുക്ക് 3,65,000 കൊടുക്കും. അതാണ് അതിന്റെ ഹൈലൈറ്റ് അല്ലേ? ZXI വണ്ടിയാണ്. 18-19 പറഞ്ഞേ? 18-19. ഓക്കെ. 18-19 വണ്ടി 3,65 കൊടുക്കാം. 3,65 ഒരു 15-16 വരെയ്ക്ക് കൊടുക്കാം. അതാ കിലോമീറ്റർ കുറച്ച് കൂടുതൽ. ആ കിലോമീറ്ററിന്റെ ആ ഒരു ഇതിലാണ് നമ്മൾ ആ റേറ്റിന് കൊടുക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പം എന്തായാലും നിങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിച്ച് ഉപയോഗിച്ചോ. അത് ZXI വണ്ടി. ZXI വണ്ടിയാണ് അതിന്റെ ഹൈലൈറ്റ്. അതാണ് ZXI ആണ്. ഓക്കെ. എന്തായാലും ചെക്ക് ചെയ്തോളൂ കേട്ടോ. ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. അതുപോലെ തന്നെ ഐറ്റൺ ആണെങ്കിലോ? അതേപോലെ ഐറ്റൺ 2019. 19 സ്പോർട്സാ? 2019 സെക്കൻഡ് ഓണർ ആണ്. സ്പോർട്സ് ആണ് വണ്ടി. സ്പോർട്സ് ആണല്ലേ? അതായത് ബട്ടൺ ഷാട്ടും അലവിലും ബാക്ക് വൈപ്പറൊന്നും ഉണ്ടാവില്ല. ബാക്കി ഒരു എല്ലാ സംഗതി ഉണ്ട്. എല്ലാതും ഉണ്ട്. വണ്ടി മോശമൊന്നുമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. മേജർ ഒന്നുമില്ലല്ലോ അല്ലേ? ഒന്നുമില്ല. 2019 സെക്കൻഡ് ഓണർ ആണെന്ന് മാത്രം. ഓട്ടം കുറവാണ്, 49,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്രല്ലേ ഓടിക്കാൻ പറ്റും, കുറവാണ്. അതെ. I20 ഒക്കെ ഏകദേശം സെയിം. പിന്നെ ഇന്ത്യയിലൊക്കെ നല്ല വൃത്തിയാണ് കേട്ടോ. അടിപൊളി വണ്ടി കേട്ടോ. പിന്നെ ഇത് മാഗ്ന അല്ല, സ്പോർട്സ് ആണെങ്കിലും ബാക്കി സ്റ്റിയറിംഗ് കൺട്രോൾസ് അടക്കം എല്ലാം വരും അല്ലേ? അതെ. ഇത് ഒന്നും മാറിയിട്ടില്ലല്ലോ? ഒന്നും മാറിയിട്ടില്ല. ഓക്കെ. ലാസ്റ്റ് ഒരു 4,20 കൊടുക്കാം. 4,20 കൊടുക്കാം. ടച്ചപ്പിന്റെ കാര്യം നമുക്ക് പറയണ്ട അല്ലേ? ടച്ചപ്പ് ജസ്റ്റ് പമ്പറോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബോഡി മേൽക്കൊന്നുമില്ല ഉണ്ടാവില്ല അല്ലേ? ഓക്കെ. അപ്പം നിങ്ങൾ നോക്കിക്കോളൂ. 4,20 കൊടുക്കും. 4,20 എനിക്ക് ഫുൾ ഓൺ തന്നെ കയറൂലേ? ഫുൾ ഓൺ കയറുമല്ലോ, സുഖമായിട്ട് ചെയ്ത് കൊടുക്കും അല്ലേ? 4 രൂപ ഷുവറായിട്ട് കിട്ടും. അതെ. നാനോ ആണെങ്കിലോ? നാനോ അതേപോലെ തന്നെ 2015 വണ്ടിയാണ്. 15 2015 ന്യൂ ടൈപ്പ് വണ്ടി. ഇത് മാനുവൽ അല്ലേ? മാനുവൽ അല്ലേ?
വണ്ടി മോശമൊന്നുമില്ല കേട്ടോ. 15 ഡിക്കി ഓപ്പൺ ചെയ്യാൻ ഡിക്കി ഓപ്പൺ ചെയ്യാൻ പറ്റും. പിന്നെ എന്താ വില? ഇത് 58,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണറാണ്. 1 ലക്ഷം രൂപക്ക് കൊടുക്കും. 1 ലക്ഷം രൂപയ്ക്ക് കൊടുക്കുക. അതായത് AC പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ 2 പവർ വിൻഡോ. അതെ, ഡിക്കി സ്പേസ് അതെ. ചെറിയൊരു പാർട്ടിക്ക് സുഖമായിട്ട് അല്ല ചെറുതല്ല, ഒരു ഫാമിലിക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം. AC മൈലേജ് നല്ല മൈലേജ് ഉണ്ട്. 24 മൈലേജ് കിട്ടുന്നുണ്ട്. കിട്ടും. നാനോ പിന്നെ അത്രയല്ല CC വരുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോട്ടോ. നാനോ 2015 ഓക്കെ 15 ട്വിസ്റ്റ് വണ്ടി കേട്ടോ. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ഇത് കിടക്കുന്നുണ്ടല്ലോ. അതേപോലെ 2013 ഇതായിരുന്നു മറ്റേ ഫിഗോ അല്ലേ? ഫോർഡ് ഫിഗോ പെട്രോൾ ആണ്. 54,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 54 സെക്കൻഡ് ഓണർ 2013 വണ്ടി. 13 ഒക്കെ ആ കിലോമീറ്റർ ജെനുവിൻ ആണെന്ന് പറയാൻ പറ്റുമോ? ജെനുവിൻ ഗ്യാരണ്ടി. പെട്രോൾ വണ്ടി ഗ്യാരണ്ടി. പിന്നെ വേറൊരു കേസ് ഉണ്ടോ, പെട്രോളിന്റെ മാക്സിമം ഒരു 13-14 മൈലേജ് കിട്ടുള്ളൂ. അതാണ് ഓട്ടം. ഡീസൽ ഓടുന്ന ചടഞ്ഞ് കിടന്ന് ഓടൂല. അതെ. സിംഗിൾ ഓണർ ആയിരിക്കും അല്ലേ? സെക്കൻഡ് ഓണർ ആണ്. ഓക്കെ. പിന്നെ മെയിനായിട്ട് പറഞ്ഞ വണ്ടി നല്ല നീറ്റാട്ടോ. ടച്ചപ്പ് ഇല്ല അല്ലേ ഇല്ല? ഒന്നുമില്ല. ടച്ചപ്പ് നമുക്ക് പെട്ടെന്ന് ഓട്ടം ജെന്യൂൻ ആട്ടോ. ഓട്ടം ആ ഒരു തന്നെ ഓടിയിട്ടുള്ളൂ. നമുക്കൊരു 2 ലക്ഷത്തിന് 2 ലക്ഷം രൂപ കൊടുക്കാം. 13 വണ്ടി അല്ലേ? 13 വണ്ടി വണ്ടി എടുക്കുമ്പോൾ ഒരു ടെൻഷനാണ്, പക്ഷെ ആ ടെൻഷൻ ഇതിന് വേണ്ട. ഇല്ല ഒരു കംപ്ലൈന്റ് ഉണ്ടാവില്ല. അതെ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ വണ്ടി കാണുമ്പോൾ അവിടെ നിന്നൊക്കെ വല്ലാണ്ട് ഗ്ലെയർ അടിക്കുന്നതുകൊണ്ടാണ് കുറച്ച് തെളിച്ചം കൂടുതലായിട്ട് കാണുന്നത്. ഒന്ന് ഫോട്ടോ ഒക്കെ നമുക്ക് അയച്ചു കൊടുക്കാമല്ലോ അല്ലേ? ഫോട്ടോ ഷുവർ. ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കാം. അടിപൊളി. അത് ആവശ്യപ്പെടുന്നവർക്ക് നമുക്ക് അയച്ചു കൊടുക്കാം. 2013 വണ്ടി 2013 വണ്ടി പെട്രോള് ഫോർഡ് ഫിഗോ. അതെ. അടുത്തായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് ശരിക്കും ഞെട്ടാൻ റെഡി ആയിട്ട് ഇരുന്ന് കണ്ടോ കേട്ടോ. ഇത് നമ്മുടെ സ്വന്തം ഇൻഡിക്കയാണ് അല്ലേ? ഇൻഡിക്ക ഒരു വല്ലാത്ത ഒരു പണിയാട്ടോ ഇതിൻ്റെ മേലെ പണിഞ്ഞ് വെച്ചിരിക്കുന്നത്. നിങ്ങളിത് കാണട്ടെ, ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അതായത് ഇതിൻ്റെ കംപ്ലീറ്റ് റീപെയിൻറ്റ് ചെയ്താണ്. ഫ്രണ്ടിൽ സ്കേർട്ടിങ്, അതുപോലെ തന്നെ അലോയ് വീല്, പിന്നെ എനിക്ക് തോന്നുന്നു നല്ല അടിപൊളി പോളിഷൊക്കെ ചെയ്താലേ. ഇതിൻ്റെ ബാക്കൊക്കെ കണ്ടോ നിങ്ങൾ? ഫുള്ളായിട്ട് സംഭവം പണിതിട്ടുണ്ട്. അപ്പോൾ പുറത്തെ കാഴ്ചകൾ പുറത്തെ കാഴ്ചകളല്ല, ഈ ഇന്റീരിയറിലേക്ക് അങ്ങ് നോക്കിയില്ല. ഈ സീറ്റൊക്കെ നോക്കിയാൽ നിങ്ങൾ റൂഫ് നോക്കി നോക്കൂ. ബ്ലാക്ക് അല്ലേ? ഫുൾ ബ്ലാക്ക്. എൻ്റെ എഡിഷൻ. അതായത് എനിക്ക് നല്ലൊരു പൈസ മുടക്കി ഉണ്ടാവും അല്ലേ? ഇത് 2 ലക്ഷം റുപ്യ ഇറക്കിയെന്നാ പാർട്ടി പറഞ്ഞത്. അതെ അല്ലേ? അലൈവില് ഇത് സീറ്റിന് തന്നെ ഏകദേശം ഒരു 20-22 രൂപയോളം വരും. ആൻഡ്രോയിഡ് സെറ്റ്. കാരണം ഈ സീറ്റിൻ്റെ ഇത് ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു പ്രൈസ് അങ്ങനെയായിരുന്നു. ഒരു രക്ഷയില്ല കേട്ടോ. അതായത് വണ്ടി പ്രാന്ത് എന്ന് പറഞ്ഞാൽ മുഹൂർത്ത പ്രാന്തൻ്റെ അല്ലേ? ഇതേ ഒന്നും പറയണ്ട, അവര് അത്രയും കാശ് ഇറക്കി എല്ലാ ഭാഗവും ഒന്നും നോക്കാനില്ല. ഫുള്ള് 4 പുത്തൻ ടയർ. ശരി, ഇതിപ്പോ ശരിക്കും മോഡൽ ഏതാ പറഞ്ഞത്? ഇത് 2012 ആണ്. ഒരു റീപ്ലേസ് ഉണ്ടാവില്ലല്ലോ? ഒന്നുമില്ല. ക്ലീൻ പീസ് വണ്ടി. ഡീസൽ അല്ലേ? ഡീസൽ. ഓടിയതോ? ഇത് ഓട്ടം കറക്റ്റ് ഒന്നിന് പുറത്ത് ഓടി ഉണ്ടാവൂലേ? ഒന്നിന് പുറത്ത് ഓടി 90,000 കിലോമീറ്റർ. സോറി, 90,000 കിലോ ജെന്യൂൻ. ഹിസ്റ്ററി കൊടുക്കാം. ഓക്കെ. പിന്നെ നിങ്ങൾ നോക്കിയാൽ മതി ഇത് ഇത്രയും വൃത്തിയായിട്ട് കൊണ്ടു നടക്കുന്ന ഒരാൾ സർവീസ് ചെയ്യാണ്ട് കൊണ്ടു നടക്കില്ല എന്നുള്ളത് ചിന്തിച്ചാൽ മനസ്സിലാവുമല്ലോ അല്ലേ? കറക്റ്റ്. ഓക്കെ. ഇത് നമുക്കൊരു 2,20,000 രൂപയ്ക്ക് കൊടുക്കാം. 2 ലക്ഷം രൂപ ഇതിന് ഇറക്കിയിട്ടുണ്ട്. സ്വാഭാവികമായും വില കൂടുതലാണ്. അതെ, കൂടുതലാണ്. പക്ഷെ വണ്ടി, അതായത് ചുരുക്കി പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ പണിയെടുത്ത പൈസ കൊടുത്താൽ വണ്ടി ഫ്രീ. വണ്ടി ഫ്രീ. അടിപൊളി കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ അത്രയും വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ പെയിന്റിങ്ങിന് നല്ലൊരു പൈസ കുറഞ്ഞ ഒരു 10-60,000 ഇന്റീരിയർ രക്ഷയില്ലല്ലോ. അതെ. അപ്പോൾ എന്തായാലും ഇന്ത്യക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നതൊക്കെ വളരെ വളരെ വിരളമായിട്ട് റെയർ ആയിട്ടേ കാണുള്ളൂ. അത് നിങ്ങൾ നോക്കിക്കോളൂ. വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽസ് അയച്ചു കേട്ടോ. ഇപ്പോൾ ഒരു 7 സീറ്റർ വണ്ടിയിൽ ഇന്ന് ഏറ്റവും വില കുറച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടോ എന്ന് വെച്ചാൽ ഇതാണ് അല്ലേ? ഏറ്റവും വില കുറച്ച് കൊടുക്കാം. പെട്രോൾ ആണ്, കംപ്ലൈൻറ്റ്സ് വളരെ കുറവാണ്. ഇത് ഡാൻസൻ ആയതുകൊണ്ട് മാത്രം ഇതിന് വിലയില്ലാണ്ടായി പോയി. 7 സീറ്റർ വണ്ടിയാണ്. ഗോ പ്ലസ്. ഏതാ മോഡൽ? ഇത് 2015 അല്ലേ? 59,000 കിലോമീറ്റർ ഓട്ടം, സെക്കൻഡ് ഓണർ. അടിപൊളി. വെറും 59,000 കിലോമീറ്റർ ആകുമ്പോൾ അത് കറക്റ്റ് ഹിസ്റ്ററി കൊടുക്കാൻ പറ്റുമോ? ഹിസ്റ്ററി കൊടുക്കാം. എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലേ? വണ്ടി നല്ല വൃത്തിയുണ്ട് അല്ലേ? ഇതിന്റെ ഹൈലൈറ്റ് റേറ്റിൽ വളരെ കുറച്ച് കൊടുക്കാം. അതായത് ചില്ലറ പൈസക്ക് ചീപ്പ് റേറ്റിൽ നിങ്ങൾക്ക് തരാൻ പറ്റും കേട്ടോ. പിന്നെ 15 വണ്ടിയാന്ന് പറഞ്ഞു. ഗോ പ്ലസ് ആണ്. വിലയും കൂടി കേട്ടെ. 1,95,000 രൂപ. എന്താ അല്ലേ? ഇത്രയും വലിയ വണ്ടിയല്ലേ? 7 സീറ്റർ വണ്ടി. അതെ. AC പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്ക് ഒക്കെ ഉള്ള വണ്ടി. അതെ. നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബാക്കിലെ സീറ്റ് വലിയവർക്കൊക്കെ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല അല്ലേ? കുട്ടികൾക്കുള്ളതാണ്. പിന്നെ 1,95 പ്രൈസ് ആണല്ലേ? നല്ല പ്രൈസ് ആണ്. അതെ. അത് കൂടുതലാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. കാരണം വണ്ടി നല്ല വൃത്തിയുണ്ട്. വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടി ജെന്യൂൻ.
വണ്ടിയാണ് അല്ലേ? വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് കോൺടാക്ട് ചെയ്ത് മാക്സിമം ലോണും കയറി തരും. അതുപോലെ തന്നെ ഈ അൾട്ടോ ആണെങ്കിലോ? അൾട്ടോ 2015 15 2015 മോഡൽ വണ്ടിയാണ്. LXI വണ്ടിയാണ്. 75,000 കിലോമീറ്റർ ഓട്ടം ഉണ്ട്. കുറ്റമൊന്നും പറയാനില്ല അല്ലേ? ഇല്ല. 15 75 എന്നൊക്കെ പറയുന്നത് ഒട്ടും കൂടുതലൊന്നും നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ 10 കൊല്ലായി. ആവറേജ് ഒരു 10,000 കിലോമീറ്റർ മാസമോ അല്ല ഒരു വർഷമോ ഓടിയിട്ടില്ല. അതെ. അതായത് നമ്മൾ നോക്കേണ്ടത് മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഇത് മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വണ്ടി ക്ലീൻ ആണ്. ഒരു പ്രശ്നമില്ല. ഇല്ലല്ലോ, ഒന്നുമില്ല. 75,000 കിലോമീറ്റർ ഓട്ടം, സെക്കൻഡ് ഓണർ. ഇത് നമുക്ക് 1.95 കൊടുക്കാം. 15 വണ്ടി. ഓക്കെ, വേറെ അപാകതമൊന്നുമില്ല. ആ പ്രൈസ് നല്ല പ്രൈസ് ആട്ടോ. 15 വണ്ടി നിങ്ങൾക്ക് 1.95, അതും ഈ ഒരു വൃത്തിയുള്ള വണ്ടിയാണ്. പേപ്പറൊക്കെ പക്കയല്ലേ? പക്ക. അടിപൊളി. ഒന്ന് കോൺടാക്ട് ചെയ്താൽ ഫുൾ ലോൺ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഈ ഐട്ടൺ ആണെങ്കിലോ? ഐട്ടൺ 2011 78,000 കിലോമീറ്റർ ഓട്ടം. ഇത് ഒന്നുള്ളത് തേർഡ് ഓണർ ആണ്. വേറെ റീപ്ലേസോ കാര്യങ്ങളൊന്നും വണ്ടിയല്ലേ? അതെ. ഇപ്പോഴത്തെ ടൈമില് ഓണർഷിപ്പ് മാറല് നിർബന്ധമാണല്ലോ. അതെ. പിന്നെ വേറൊരു കേസിൽ ഇപ്പൊ നല്ല വണ്ടി വൃത്തിയുള്ളതാണ്. ഇപ്പൊ ഓണർഷിപ്പ് കുഴപ്പമൊന്നുമില്ല അല്ലേ? ഇത് സ്പോർട്സ് അല്ലേ? അതെ, സ്പോർട്സ്. അതും ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. ഇത് ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക് ആണ്. 2011 സോറി ഞാൻ പറഞ്ഞിട്ടില്ല അല്ലേ? 2011 ഓട്ടോമാറ്റിക്. 11 CVT ആണ്. അടിപൊളി. ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് 2,40,000 രൂപ കൊടുക്കാം. 2,40,000. അതായത് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ക്വാളിറ്റി വണ്ടി കേട്ടാ. ക്വാളിറ്റി വണ്ടിയാണ്. അധികം വേറെ അലമ്പോ കാര്യങ്ങളൊന്നുമില്ല, സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓട്ടോമാറ്റിക് ആയതുകൊണ്ടാണ് 2,40,000 രൂപ. പിന്നെ വേറെ കേസുണ്ട്, സ്ത്രീകൾക്കൊക്കെ അടിപൊളി സാധനം സുഖമായിട്ട് ഉപയോഗിക്കാം. നല്ല വൃത്തികൊണ്ടുണ്ടാക്കാം. ഓക്കെ, എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. പിന്നെ ഇക്കാരുടെ നമ്പറൊക്കെ വെച്ചിട്ടുണ്ടോ? കാരണം നിങ്ങളെ ഫുള്ള് വിളിക്കും, നിങ്ങൾ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു കൊടുക്കണേ. അതേപോലെ നിസാൻ മൈക്ര. ഇത് ഓട്ടോമാറ്റിക് തന്നെയാണ്. പെട്രോൾ ഓട്ടോമാറ്റിക്. മോഡലോ? ഇത് 2013-14 റേസ്. 13 മോഡൽ 14 അല്ലേ? ഇത് എന്തെങ്കിലും അപാകത ഉണ്ടോ? ഇല്ല, അപാകത ഒന്നുമില്ല. നല്ല വൃത്തിയില്ല വണ്ടി കാണാൻ. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. 58,000 കിലോമീറ്റർ ഓട്ടം. പെട്രോൾ ആണ്, അതുകൊണ്ട് തന്നെ ഒരു 12 വരെയൊക്കെ മൈലേജ് പ്രതീക്ഷ അല്ലേ? അത്ര. ഇത് CVT ഗിയർ ബോക്സ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നല്ല അടിപൊളിയാണ് ഉപയോഗിക്കാൻ സുഖമാണ്. മൈലേജ് അത്ര 12-13 പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ കംപ്ലൈന്റ് വളരെ കുറവല്ലേ? കംപ്ലൈന്റ് വളരെ കുറവാണ്. അതെ. മോഡൽ ഏതായിരുന്നു നിങ്ങൾ പറഞ്ഞത്? ഇത് 3,60,000 രൂപ. മോഡൽ ഏതാ പറഞ്ഞത്? മോഡൽ 2013-14 റേസ്. അടിപൊളി. 3,60,000 രൂപയ്ക്ക് നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള നല്ല വൃത്തിയുള്ള ഒരു ഓട്ടോമാറ്റിക് വണ്ടി വേണമെങ്കിൽ ഇതും സ്ത്രീകൾക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഗിയർ ബോക്സിൽ ഇറക്കം ബാക്കിലേക്ക് ഇറങ്ങുന്ന കാര്യങ്ങളൊന്നുമില്ല. അതെ. 3,60,000 രൂപ. മെയിൻ ക്ലാസ് മാറിയില്ലല്ലോ? ഇല്ല, ഒന്നും മാറിയില്ല. അത് ലോ കിലോമീറ്റർ വണ്ടി. അടിപൊളി. നോക്കിക്കോ. നല്ലൊരു പുതിയ ഷേപ്പിലുള്ള ഒരു സെലറിയും കൂടി കാണിച്ചു കൊടുക്കാം അല്ലേ? ഓട്ടോമാറ്റിക് സെലീരിയോ. ഓട്ടോമാറ്റിക് ആണ്. 2015 മോഡൽ. 15 എനിക്ക് തോന്നുന്നു ഈ ഒരു ഫേസ് ലിഫ്റ്റ് വന്ന ഫസ്റ്റ് വണ്ടി അല്ലേ? അതെ. അടിപൊളി. നല്ല വൃത്തിയുണ്ട് കേട്ടോ കാണാൻ. ഇത് VXI ആയിരിക്കും അല്ലേ? VXI ഓട്ടോമാറ്റിക്. ഓടിയതോ? ഗുരുവായൂർ രജിസ്ട്രേഷൻ. ഇത് ഓട്ടം 1,10,000 മേലുണ്ട്. 1,10 സംതിങ് ഓടിയിട്ടുണ്ട്. അതായത് ഓട്ടോമാറ്റിക് സർവീസ്, പുതിയ സർവീസ് ആട്ടോ. കറക്റ്റ് സർവീസ് ആണ്. സർവീസ് ഉണ്ട് അല്ലേ? എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒരു റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഒന്നും മാറിയിട്ടില്ല. ക്വാളിറ്റി ഉണ്ടല്ലോ? ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. ഇത് നമുക്ക് പക്ക എടുത്ത് കൊടുക്കാം. ഇപ്പൊ ലാസ്റ്റ് സർവീസ് ഇപ്പൊ 1,10,000 കഴിഞ്ഞിട്ടുണ്ട്. അതെ അല്ലേ? ഇത് ഈ പറഞ്ഞ പോലെ കിലോമീറ്റർ എന്താ പറയുക, കിലോമീറ്റർ കൂടുതലാണ്, നല്ല കൂടുതൽ തന്നെയാണ്. പക്ഷേ 15 ആണ്. 10 കൊല്ലത്തെ പഴക്കമുണ്ട്. പറയുമ്പോ ശരിക്കും പറഞ്ഞാൽ വർഷത്തിൽ 1,000 കിലോമീറ്റർ അല്ലേ? 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതെ. അപാകതൊന്നുമില്ല. ഉറപ്പല്ലേ? അപാകതൊന്നുമില്ല. അടിപൊളി. ഇത് നമുക്ക് 15 വണ്ടി എന്തെങ്കിലും ഇത് നമുക്ക് 3,25,000 കൊടുക്കാം. 3,25,000 കൊടുക്കാം. അതും ഓട്ടോമാറ്റിക് AMT വണ്ടി. ഇതൊക്കെ നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോട്ടോ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിച്ചു ഒരു കുഴപ്പം വരില്ല എന്ന് ഞാൻ ഗ്യാരണ്ടി പറയാം അല്ലേ? വൃത്തിയായിട്ട് ഉപയോഗിക്കണം. പക്ഷേ വൃത്തിയായിട്ട് നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ധൈര്യമായിട്ട് എടുക്കാം. 1,10 ഓടി 1,10 ഓടി എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. വണ്ടി ജെന്യൂൻ ആണ്. 3,25,000 നിങ്ങൾക്ക് ഫുൾ ലോണിൽ എടുത്തോണ്ട് ഒരു രൂപ പോലും മുടക്കണ്ട. റെഡ് കളറിൽ അടിപൊളി ഒരു എക്സ്പ്രസ് ഉണ്ടല്ലോ. എക്സ്പ്രസ് ഉണ്ട്. 2020 മോഡൽ. 20 അല്ലേ? 20 മോഡൽ. നല്ല ഇന്റീരിയറും സീറ്ററും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഇത് മാനുവൽ ആണ്. 53,000 കിലോമീറ്റർ ഓട്ടം. LXI അല്ലേ? VXI ഉണ്ട്. 53 ഓടിയിട്ടുള്ളൂ. അത് നമുക്കൊരു 4,00,000 രൂപ കൊടുക്കാം. അപാകത ഒന്നുമില്ല. ക്ലീൻ വണ്ടി. 6 ലക്ഷം അല്ല 4,00,000 രൂപ. 20 മോഡൽ അല്ലേ? 2020 53 ഓട്ടം. 53 ഓടിയിട്ടുള്ളൂ.
ഇസ്റ്റർ എടുത്ത് കൊടുക്കും, ഹിസ്റ്ററിയൊക്കെ എടുത്ത് കൊടുക്കും. പക്കയായിട്ട് കൊടുക്കാം അല്ലേ? പക്ക പക്ക. അടിപൊളി. അപ്പം എന്തായാലും നോക്കിക്കോളൂ, നല്ല വൃത്തിയുള്ള നല്ല ക്ലീൻ വണ്ടിയാണ് കേട്ടോ. അതും നല്ല ക്വാളിറ്റി ഉണ്ട്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ 100% എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു കിടിലം വണ്ടി ഇയോൺ ആണ് അല്ലേ? ഇയോൺ. അതായത് ഇപ്പൊ എല്ലാവരും പറയും നീ എന്ത് തള്ള ഉള്ളതെന്ന് ചോദിക്കും. സംഭവം ഇപ്പൊ പുറമേന്ന് കാണുമ്പോൾ നല്ല വൃത്തിയല്ലേ? അതാ ഞാൻ പറയാറുള്ളൂ. ഞാൻ ഗിയർ ബോക്സും എഞ്ചിനും വണ്ടി പക്കയാന്ന് ഒരിക്കലും ഇന്നുവരെ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ നോക്കുമ്പോൾ ഈ വണ്ടി നല്ല ക്ലീനാ. ഇതേതാ മോഡല്? ഇത് 2017 വണ്ടി. 17 ആണല്ലേ? 54,000 കിലോമീറ്റർ ഓട്ടം. ജെന്യൂൻ ഓട്ടേട്ടാ, ജെനുവിൻ ഒരു ഓട്ടം. സംശയമില്ല. 100% ഗ്യാരണ്ടി. ഇത് നല്ല അടിപൊളി. ഇതിപ്പോ സീറ്റ് കവറൊക്കെ കിഡിലൻ സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇന്റീരിയർ മോശമൊന്നുമില്ല, നല്ല ക്വാളിറ്റി തന്നെ നിൽക്കുന്നുണ്ട്. ശരിക്കും ആ ഒരു കിലോമീറ്റർ ഓടിയതിന്റെ കാണാനുണ്ട് അല്ലേ? വണ്ടി വൃത്തിയുണ്ട്, വണ്ടി വൃത്തിയുള്ള വണ്ടിയാണ്. ഒരു റീപ്ലേസും ഇല്ലല്ലോ? അത്യാവശ്യം ടയറും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഒരു മിഡില് ഒരു റീപ്ലേസും ഇല്ലല്ലോ? ഒരു റീപ്ലേസും ഇല്ല. ഓക്കെ. 17 വണ്ടി 50 സംതിങ് ഓടിയിട്ടുള്ളൂ. ജെനുവിനാണ്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഇതിപ്പോ നമുക്ക് എന്ത് വിലക്ക് കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് ലാസ്റ്റ് 2,35,000 കൊടുക്കാം. 2,30,000 കൊടുക്കാം അല്ലേ? അതൊക്കെ നിങ്ങൾക്ക് കണ്ണും മൂടി വാങ്ങിക്കോട്ടെ, അത്രയും ക്വാളിറ്റി ഉണ്ട് വണ്ടി. പിന്നെ ശരിക്കും എല്ലാവരും വിചാരിക്കും ഒരു 5,000 രൂപ കുറവ് കിട്ടുന്ന അവിടെ പോയി വണ്ടി എടുക്കാം. അതെ അതെ. പക്ഷേ വലിയ മണ്ടത്തരം അല്ലേ? അതെ, ഒരു സംശയമില്ല. ഇതില് 53 ജെന്യൂൻ, 54,000 കിലോമീറ്റർ കറക്റ്റ്. ശരിക്കും പറഞ്ഞാല് ഇപ്പൊ ശരിക്കും ഈ മോഡലുള്ള വണ്ടി ഒരു എക്സാമ്പിൾ ഞാൻ പറയാം കേട്ടോ. അത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഈ ഒരു മോഡൽ 17 വണ്ടി ചിലപ്പോൾ ഒരു 2 ലക്ഷം രൂപ കിട്ടും. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 40,000 മുടക്കേണ്ടി വരും. ഇത് 2,20,000 എടുത്താൽ ഒന്നും മുടക്കണ്ട. സമയലാഭം, പൈസ ലാഭം എല്ലാം കിട്ടും. അതാണ് ക്വാളിറ്റി ഉള്ള വണ്ടി എടുക്കുകയാണെങ്കിലുള്ള ഗുണം. അപ്പോൾ എന്തായാലും 2,35 അല്ലേ? ഓക്കെ. അപ്പം നിങ്ങൾ നോക്കിക്കോളൂ, കോൺടാക്ട് ചെയ്തോളൂ. ഫുൾ ഡീറ്റെയിൽസ് എന്ത് വേണമെങ്കിലും അയച്ചു തരും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ബ്രോസ് യൂസ്ഡ് കാർസിലെ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ ഇത്ര സമയം കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നജീബ് എന്തായാലും നിങ്ങൾ ആദ്യമായിട്ട് നമ്മളോട് ഒരു വീഡിയോ നിങ്ങൾ അടിപൊളിയായിട്ട് പറഞ്ഞു തന്നു കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ നല്ല വില കുറച്ച് കൊടുക്കുക കൂടി വേണം കേട്ടോ. നമ്മുടെ ആൾക്കാർ വരുമ്പോൾ എന്തെങ്കിലും ഡിസ്കൗണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത നമ്മൾ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ ധൈര്യമായിട്ട് വന്ന് വണ്ടി എടുത്തോ, കണ്ണും പൂട്ടി എടുത്തോ. ഞാൻ ഒരു സ്ഥലത്തും ഞാൻ പറയാതെ ഉറപ്പാണത് അല്ലേ? കാരണം നമ്മൾ വീഡിയോ ചെയ്യാൻ പോലും നമുക്കറിയാം. അപ്പോൾ ഒരാൾ പോലും കുറ്റം പറയാത്തൊരു സ്ഥലവും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല വണ്ടി വേണമെങ്കിൽ വന്നോളൂ അല്ലേ? നല്ല വില കുറച്ചിട്ട് നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി വണ്ടികൾ വരും. പിന്നെ എക്സാക്ട് ലൊക്കേഷൻ ഒന്നും നിങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇത് ഗുരുവായൂർ മമ്മിയൂര് LF കോളേജിന്റെ ഓപ്പോസിറ്റ് ഒരു പമ്പ് ഉണ്ട്, രാജയുടെ പമ്പ്. അതിന്റെ തൊട്ടടുത്ത്, ആ ലൈനിൽ തന്നെ തൊട്ടടുത്ത്. ഈ കോളേജ് അടുത്തുള്ളതുകൊണ്ട് തന്നെ രാവിലെയും വൈകുന്നേരവും വരാതിരിക്കുക. കാരണം ഇവര് കുറച്ച് ബിസി ആയിരിക്കും, എല്ലാം ബിസിയാണ്. എപ്പിസോഡ് മൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും